ഗുഡ് മോർണിംഗ്. ഞങ്ങൾ അങ്ങനെ ഇന്ന് ചെക്കൗട്ട് ചെയ്തു. തിരിച്ച് അബുദാബിക്ക് പോകാനുള്ള ഒരു പ്ലാനിലാണ്. അപ്പോൾ ഇവിടെ ഇന്ന് പ്ലാനൊന്നുമില്ല, നേരെ ഇവിടെ എവിടെയൊക്കെ നടക്കുക, നല്ല എന്തെങ്കിലും ഒരു ഫുഡ് കഴിക്കുക, അടുത്തോടെ എന്തെങ്കിലുമൊക്കെ കാണുക. ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടില്ല. പോകുന്ന വഴിക്ക് കാണുന്ന സാധനങ്ങളൊക്കെ കണ്ടിട്ട് അങ്ങനെ അങ്ങ് മെല്ലെ എയർപോർട്ടിലോട്ടൊക്കെ പോകണം. അപ്പോൾ നമുക്ക് പോയിട്ട് ഏതെങ്കിലും ഫുഡ് പറഞ്ഞില്ല ഇന്നലെ നമുക്ക് പാസ്ത അങ്ങനെ ഒരു വെറൈറ്റി സാധനം ഒന്ന് കഴിച്ചോക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഏരിയ ഇത് ബേസിക്കലി റോം സെൻറ്ററാണ്. ഒന്ന് കറങ്ങി എക്സ്പ്ലോർ ചെയ്തിട്ട് നമുക്ക് കാഴ്ചകളാം. ഇതൊരു ഫേമസ് ഷോപ്പാ. ഇവിടെ പിസ്സ തൊട്ട് ഒരുപാട് ഫുഡ് വെറൈറ്റീസ് ഉണ്ടല്ലോ. ഇവരുടെ ഫുഡ് ഐറ്റംസ് ഫുൾ പിസയും പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു ബ്രെഡിലുള്ള കുറെ സാധനങ്ങളാണ്. അപ്പോൾ ഈ ബ്രെഡ് ഐറ്റംസ് കണ്ടോ, ഇതൊക്കെയാണ് ഇവരുടെ മെയിൻ ഫുഡ്. പിന്നെ അപ്പുറത്ത് ഒരു പിസ്സ സെന്റർ ഉണ്ട്. ഇതൊക്കെയാണ് ഇവരുടെ എപ്പോ ആയാലും കഴിക്കുന്ന സാധനങ്ങൾ. പിസ്സ ഫുഡ്, പിസ്സ ഉണ്ടോ, എല്ലാ വെറൈറ്റി ഓഫ് പിസ്സ. നമുക്ക് ഓരോ സ്ലൈസിനാ ക്യാഷ്. ഇന്നലെ പറഞ്ഞില്ലായിരുന്നു ഇവരുടെ ഒരു ലക്ഷറി ട്രെയിൻ ഉണ്ടെന്ന്. അവരുടെ ഓഫീസാ ഇറ്റാലോ എന്നും പറഞ്ഞ്. പിന്നെ ഇവിടെ ട്രെയിൻ ടിക്കറ്റ്സ് എടുക്കുന്നത് ഈസി ആട്ടോ. ഇവരുടെ ആ ഓഫീസ് അല്ലാതെ ഇഷ്ടംപോലെ ഇങ്ങനത്തെ മെഷീൻസ് ഉണ്ട്. ഈ മെഷീൻസിലാണ് ഏത് ഡെസ്റ്റിനേഷൻ പോകുന്നോ നമുക്ക് പ്രിന്റ് ചെയ്ത് അപ്പം തന്നെ എടുക്കാൻ പറ്റുക. ക്യൂ ഉണ്ടെങ്കിൽ പണിയാ. ഇതോ അപ്പുറത്തെ സൈഡിലും കണ്ടോ, എല്ലാം ഇഷ്ടംപോലെ മെഷീൻസാ. താഴത്തോട്ടൊക്കെ ഫുള്ള് ഷോപ്സും കാര്യങ്ങളും. ഫുഡ്, പിസ്സ. അവിടെ കാണുന്ന ഒരു ട്രെയിൻ ഇറ്റാലിയ, വേറെ ഒരു ട്രെയിൻ ബ്രാൻഡ്. ഇത് ഇറ്റാലോ എന്ന് വെച്ചാൽ ഓരോന്ന് ഹൈ സ്പീഡ് പല സ്ഥലത്തോട്ട് പോകുന്ന ഡിഫറെന്റ് ട്രെയിൻ കമ്പനീസ് ആണ്. പിന്നെ ഷോപ്പിംഗ്, ഡ്രസ്സിന്റെ ഔട്ട്ലെറ്റ്സ്, ബുക്ക് ഷോപ്സ്. അവിടെ ഞങ്ങൾ വന്ന കടയിൽ പാസ്ത ഇല്ല. അപ്പൊ ഞങ്ങളൊന്ന് മോളിൽ പോയിട്ട് എന്താ അവൈലബിൾ ആയിട്ടുണ്ടെന്ന് നോക്കുക. ഇവിടുന്ന് ശരിക്കും നമുക്ക് എയർപോർട്ടിലോട്ട് പോകേണ്ടത്. ലെവനാർഡോ എക്സ്പ്രസ് എന്ന് പറഞ്ഞ ഒരു ട്രെയിനാണ് എയർപോർട്ടിലോട്ട് പോവാ. ആ പുള്ളിക്കാരത്തി വീഡിയോ എടുക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ഒരു ടാറ്റ കാണിച്ചു പോയതാ. ഇപ്പൊ എയർപോർട്ടിൽ പോകുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്ന കൂട്ട് തന്നെയാ ഇവിടെ. അവിടെ അറൈവൽസ്, അവിടെ ഡിപ്പാച്ചേഴ്സ്. അതുകൊണ്ട് ഇപ്പൊ കുറച്ചൊക്കെ നമുക്ക് ക്ലിയർ ആയി തുടങ്ങി എങ്ങനെയാ സംഭവങ്ങള്, ട്രെയിൻ ടൈമിങ്സ്, ഏത് പ്ലാറ്റ്ഫോംസ് ആണെന്നുള്ളത്. ഫ്ലൈറ്റ്സിലൊക്കെ ലോഞ്ച് ആക്സസ് ഉള്ളതുകൊണ്ടാണ്. ഇവിടുത്തെ ലക്ഷറി ട്രെയിനിന്റെ ലോഞ്ച് ആക്സസ് കണ്ടോ, അടിപൊളിയല്ലേ. ഇതിൻ്റെ അകത്ത് ഫുഡും ഒക്കെ ഉണ്ട്. പ്രീമിയം ലോഞ്ച് ആക്സസ് പോലെയാ. ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് നോക്കുമ്പോൾ താഴത്തെ തിരക്ക് കാണാം. ഇവിടെ കണ്ട ഇറ്റാലോ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ലോഞ്ച്. ഇത് അവിടെ ഉള്ളത് ഫ്രേഷ്യയുടെ ലോഞ്ച്. അത് വേറെ ട്രെയിൻ കമ്പനിയാണ്. ഞങ്ങൾ ഫുഡ് എന്തെങ്കിലും കിട്ടുമെന്നുള്ള അന്വേഷണത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. റെസ്റ്റോറൻറ്റ് ജൂഡീസ് എന്ന് പറഞ്ഞ റോമ ടെർമിനലിൽ നിന്ന് ഒരു 400 മീറ്റേഴ്സ് ഒത്തൻറ്റിക് ആയിട്ട് പാസ്തയും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. ഇവിടെ വന്നു ഒരു ഒത്തൻറ്റിക് ഒരു പിസ്സ ഓർഡർ ചെയ്തു, ഒരു പാസ്തയും. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് നോക്കണം. പിസ്സ വന്നു, മഷ്റൂം വിത്ത് ഹാം, ഒരു ക്യാപ്പിച്ചിനോ വന്നു, പിന്നെ പാസ്ത. അവരുടെ ഒരു സ്പെഷ്യൽ ഒത്തൻറ്റിക് പാസ്ത എന്ന് പറഞ്ഞത്. ഇറ്റാലിയൻ ഒത്തൻറ്റിക് ഡിഷസ്. ഫുഡ് കഴിഞ്ഞു. ഇപ്പോൾ ബസിലിക്ക പപ്പാലെ ഡി സാന്റ മറിയ മഗ്യോറെ. അത് പഠിക്കാൻ തന്നെ എന്തോരം സമയം വേണ്ടി വരുന്നതെന്ന് അറിയാമോ. അവിടോട്ട് പോവാ. ഇവിടെ ഒരുപാട് കാത്തീഡ്രൽസ് ഉണ്ട് കേട്ടോ. കാത്തീഡ്രൽസ്, ആർക്കിടെക്ചർ, മോണ്യുമെന്റ്സ്. റോം കൂടുതൽ അതാണ്. ഒരുപാട് കാത്തീഡ്രൽസ് ഉണ്ട്. അത് റോമ ടെർമിനിയിൽ നിന്ന് ഒരു 500 മീറ്റേഴ്സ് ഹാർഡ്ലി. അതാകുമ്പോൾ റോമ ടെർമിനിയുടെ അടുത്ത് തിരിച്ചു വന്ന് ട്രെയിൻ പിടിക്കാം. അതിൻ്റെ അടുത്തൊരു ഫൗണ്ടൻ ഉണ്ട്, ഫോണ്ടാന ഡി ട്രെവി ഫൗണ്ടൻ. അതും ഫേമസാ. അവിടെയും പറ്റുവാണെങ്കിൽ ഒന്ന് പോകണം. റോം വന്നുണ്ടല്ലോ തനി ഒരു ലോക്കൽ സിറ്റി പോലായി. ഒട്ടും വൃത്തിയില്ല, ഇഷ്ടം പോലെ തിരക്ക്, നശിപ്പിച്ചിട്ടേക്കുക. ബിൽഡിങ്സിന്റെ അവിടെ വരച്ചു വെച്ചേക്കുന്നതും ഒരുപാട് പറ്റിക്കലും മോഷണവും. പക്ഷെ എന്തൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല.
ടൂറിസ്റ്റുകൾക്ക് ഒരു കുറവില്ല, ഇടിച്ചു കുത്തി തിരക്കാം. എല്ലാവരും ഞങ്ങൾ ഇന്നലെ ട്രെയിനിൽ വെച്ചിട്ട് ഒരു അമേരിക്കൻ കപ്പിളിനെ കണ്ടു. പിന്നെ കാനഡയിൽ നിന്ന് വന്നേക്കുന്ന ഒരു 4 ഫാമിലീസ് കനേഡിയൻസ്. അവരെല്ലാവരും പറഞ്ഞ് റോമിലോട്ട് ഇനിയും തിരിച്ചു വരില്ല, പകരം ഔട്ട്സ്കേർട്സ് എന്ന് വെച്ചാൽ ഈ ഫ്ലോറൻസ്, വെനീസ്, മിലാൻ, എനിക്ക് തോന്നുന്നു ആ സൈഡിലോട്ടൊന്നും ഇത്രയ്ക്ക് പ്രശ്നമില്ലെന്നാ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഒരു ലോക്കൽ ട്രാം പോകുന്നുണ്ടോ റോം ജർമ്മനി സ്റ്റേഷന്റെ അടുത്ത്? സമയം നട്ടുച്ചയാ, 1 മണിയായി കാണും. പക്ഷേ സൺലൈറ്റ് ഉണ്ടെങ്കിലും നമുക്ക് അത്രയ്ക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല, സുഖമായിട്ട് നടന്നപ്പോ. പെട്ടി വെക്കാൻ സ്ഥലം ഉണ്ടായിരുന്നു, പക്ഷെ നമുക്കൊരു വിശ്വാസം വരുന്നില്ല പെട്ടി കിട്ടുമോ എന്നുള്ളത്. ഇഷ്ടംപോലെ സ്ഥലങ്ങൾ കാണുന്നുണ്ട്, പക്ഷെ റിസ്ക് എടുത്തില്ല. തൊട്ടടുത്തായോണ്ട് ഉന്തിക്കൊണ്ട് പോവാം. ആ പോകുന്ന ബസ് കണ്ടോ? എല്ലായിടത്തും ഉണ്ട് ഇതുപോലത്തെ ബിഗ് ബസ് എന്ന് പറഞ്ഞത്. ഹോപ്പ് ഓൺ ചെയ്യുക, എല്ലാ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് കൊണ്ടെത്തും. സ്ഥലങ്ങൾ കാണുക, ചാടി ഇറങ്ങാം. ഇതാ നമ്മൾ വന്നെത്തിയേക്കുന്നത് ബസേലിക്ക പപ്പാലെ ഡി സാന്റ മറിയ മഗ്ഗിയോറെ. ഈ ഒരു സെൻട്രൽ ഏരിയയിലാണ്. വീണ്ടും പേര് പറയുന്നില്ല, പറഞ്ഞ കത്തീഡ്രലിൽ എത്തി. ആർക്കിടെക്ചർ ഒരു രക്ഷയില്ല, അമേസിങ് ബിൽഡിംഗ്. അതിന്റെ ആൻഷ്യന്റ് പഴക്കം നമുക്ക് കാണാൻ പറ്റും അതില്. ഉള്ളിൽ അത്യാവശ്യം ഇരുട്ടാ, അതുകൊണ്ട് ഉള്ളിൽ കയറി അത്രയും സമയം സ്പെൻഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഈ ഒരു ഏരിയ, ഈ ഒരു കാത്തീഡ്രൽ, അതിൻ്റെ ഒരു എക്സ്റ്റേണൽ ആർക്കിടെക്ചറൽ ബ്യൂട്ടി മാത്രം കാണിക്കാന്ന് വെച്ചു. അടിപൊളിയല്ലേ? ഈ ബിൽഡിങ്ങിന്റെ ഒരു സൈഡ് വ്യൂ ആ, അടിപൊളിയല്ലേ? ഭയങ്കര ഭംഗിയാ കാണാം കേട്ടോ. ഇവിടുത്തെ ഒരു സ്ഥലം കഴിഞ്ഞു. ഇനിയിപ്പോ അവിടെ ഒരു ട്രെവി ഫൗണ്ടൻ എന്ന് പറഞ്ഞ ഒരു ഫൗണ്ടൻ ഉണ്ട്. ദാറ്റ്സ് ഓൾസോ അബൌട്ട് 15 minutes ഫ്രം ഹിയർ. അപ്പോൾ അതും കൂടെ ഒന്ന് നടന്ന് കണ്ടുപോയി എങ്ങനെ ഉണ്ട് നോക്കിയിട്ട് വരാമെന്ന് വെച്ചു. റോമിലെ സിറ്റി കൂടെ വലിയ പ്ലാൻ ഇല്ലാതെ ഇങ്ങനെ കറങ്ങി കാഴ്ചകളൊക്കെ കണ്ടു പോകാമെന്ന് വെച്ചു. അതൊരു എക്സ്പീരിയൻസ് അല്ലേ? നമ്മൾ പ്ലാൻ ചെയ്ത് പോകുന്നതിലും ബെറ്റർ ഓരോ സ്ഥലങ്ങളെങ്കിലും കണ്ടു പോവാം. പ്ലാസ ഡി വിമിനാലെ എന്ന് പറഞ്ഞ ഒരു ബിൽഡിങ്ങാണ്. ഹിസ്റ്റോറിക് ഇമ്പോർട്ടൻസ് ആണ്, ക്ലീൻ ആയിട്ട് വെക്കണം. ഞാൻ ആദ്യം വിചാരിച്ചു ഒരു പാർലമെന്റ് ബിൽഡിംഗ് ആണ്, അല്ല. നടന്നു പോകുന്ന വഴികളിൽ കൂടെയുള്ള കാഴ്ചകൾ. ഇനി ഒരു 10 minute നമ്മുടെ ട്രെവി ഫൗണ്ടൻ എത്താൻ. ട്രെവിയുടെ ഫൗണ്ടനിലോട്ട് എത്തുന്ന അവിടുത്തെ തിരക്കാം. നല്ല ആളുണ്ട്. ഒരു 100 meter കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലാണ് നമ്മുടെ ട്രെവി ഫൗണ്ടൻ. തിരക്ക് കണ്ടോ ട്രെവി ഫൗണ്ടന്റെ? ഓക്കെ, പ്രാഡയുടെ ഒക്കെ പരസ്യമുണ്ട്. ഇടിച്ചു കുത്തിയ ആള് ആ വഴിയാ വന്നത്. ഈ ട്രെവി ഫൗണ്ടൻ അത്യാവശ്യം ഫേമസ് ആ, ബിൽഡിംഗ് ആൻഡ് ആർക്കിടെക്ചർ. പിന്നെ ഉണ്ടല്ലോ, ഇതൊരു വിഷിംഗ് ഫൗണ്ടൻ പോലെയാണ്. പൈസ ഇടും, ഒരു ദിവസം 3000 euro വരെയാണ് ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടുകയെന്നാ പറയാ. ഇതിൽ പൈസ എടുത്തോണ്ട് പോകാൻ പറ്റില്ല, അത് ഇല്ലീഗലാ. പക്ഷെ 3000 euro അടുത്ത ഒരു ദിവസം. പറഞ്ഞില്ലായിരുന്നു ഇവിടുത്തെ ക്രൗഡ് ഒരു രക്ഷയില്ല ഈ ഒരു ഫൗണ്ടൻ കാണാൻ. പിന്നെ ശരിയാണ്, ഇവിടെ ഒരു വിഷിംഗ് പരിപാടിയും കൂടെ ഉള്ളതുകൊണ്ട് അതിനു വേണ്ടി നിൽക്കും. ഇവിടെ ഫുഡ് ജോയിന്റ്സ് ഉണ്ട്, ആൾക്കാർ ഇവിടെ ക്യൂ നിൽക്കുക. ഇവിടെ വേറെ ഒരു ബിൽഡിംഗ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലായിരുന്നോ, കാത്തീഡ്രൽസ്, മോണ്യുമെന്റ്സ്, മ്യൂസിയംസ്, ആർട്ട് ഗാലറീസ്, ഇതൊക്കെയാണ് റോമിലെ ഏറ്റവും മെയിൻ സംഭവങ്ങൾ. ആൾക്കാരുടെ നോക്കിയേ, ഏത് വഴിക്കുന്നാണേലും ആൾക്കാരുടെ ബഹള. അവിടെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട്, ഫേമസ് പിസ്സയുടെ സ്ഥല. എനിക്ക് തോന്നുന്നു ഒരു 10-100 പേര് പുറത്തേക്ക് പോവാ ഫുഡ് കഴിക്കാൻ. ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും ആൾക്കാരുടെ ബഹള. മെയിനായിട്ട് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് ഇവിടെ. അടിപൊളിയല്ലേ? കാണാൻ തന്നെ എന്ത് ഭംഗിയാ. ട്രെവി ഫൗണ്ടൻ എത്തി.
തിരക്കുകളും കാഴ്ചകളും കാണിക്കും. തിരിച്ചു പോകണം റോമിലെ ടെർമിനലിലോട്ട്. അവിടുന്ന് പിന്നെ ട്രെയിനിന് ടൈമിംഗ് നോക്കണം. തിരിച്ച് എയർപോർട്ടിലോട്ട് ½ എയർപോർട്ട് എത്തി ചെക്ക് ഇൻ ചെയ്തു. അതുകൊണ്ട് വലിയ ടെൻഷൻ ഇല്ല, എല്ലാം പോയാൽ മതി. അടിപൊളിയാ, പ്രൗഡ് ഉണ്ട്. ഓരോരുത്തരുടെ ഓരോ ടേസ്റ്റ് ഉണ്ടല്ലോ. റോമിലെ ഈസ് ബ്യൂട്ടിഫുൾ. ബിൽഡിങ്സും ആർക്കിടെക്ചറും അങ്ങനത്തെ കാര്യങ്ങൾ ഇഷ്ടമുണ്ടോ? അത് എന്തായാലും കാഴ്ചകൾ ഇനിയും പോകുന്ന വഴിക്ക് തിരിച്ച് നടന്ന് പോകുമ്പോഴത്തേക്കും ഒരുപാട് കാണാനുണ്ട്. റോം വരുമ്പോഴത്തേക്കും നടന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാടുണ്ട്. ഇതൊന്നും പോരാ. ഇച്ചിരി ടൈം കൊണ്ട് കുറച്ച് കാണാൻ പറ്റുന്ന സാധനങ്ങൾ ഓരോരുത്തരുടെ ടീംസ് ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് ഫെറാറിയുടെ ഒരു ഒഫീഷ്യൽ സ്റ്റോർ ഉണ്ടെന്ന് പറയുന്നു. ഫുള്ള് ഫെറാറിയുടെ ഡ്രസ്സും ടോയ്സും സാധനങ്ങളും. ഇത് ഒറിജിനൽ ആണോ എന്നറിയില്ല, അവർ എഴുതി വെച്ചിട്ടുണ്ട് ഒറിജിനലാണ്. കുറേ ഫെറാറി ബ്രാൻഡഡ് ഐറ്റംസ് ഉണ്ടാവും. ഫെറാറിയും കൂടെ ആയതുകൊണ്ട് നല്ല കത്തിയായിരിക്കും. ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഇവിടെ ഒരു പിക്കോളോ ബ്യൂക്കോ ഭയങ്കര ഫേമസ് ആണ്. ഇവരുടെ റിവ്യൂസ് ഒക്കെ നോക്ക്, അത്യാവശ്യം ഒരുപാട് റിവ്യൂസ് ഉണ്ട്. ഇവിടുത്തെ തിരക്ക് കാരണം ക്യൂ ഉണ്ടോ, ടേക്ക് അവേ ഇല്ല, റിസർവേഷൻ ഇല്ല. നേരെ വരിക, ഫുള്ളാണ്. എന്നിട്ട് അവിടെ ഒരു ഗാലി ഇല്ലേ, ആ ഗാലി അങ്ങേ അറ്റം വരെ ആളാ. എല്ലാവരും ഇവിടെ കയറാനാണ്. ഇത് നേരെ നമ്മുടെ ഈ ഫെറാറി സ്റ്റോറിന്റെ ഓപ്പോസിറ്റ് ട്രെവി ഫൗണ്ടനിലോട്ട് പോകുന്ന വഴിക്ക് പിക്കോളോ ബ്യൂക്കോ പിസ ആണ് മെയിൻ. വെള്ളം വരുന്നതുണ്ടല്ലോ, 16th centuries ഉള്ള ഫൗണ്ടൻസാ. ഇപ്പോഴും നമുക്ക് കുടിക്കാൻ പറ്റുമെന്നാ പറയുന്നത്. കുടിക്കാൻ പറ്റാൻ അത്രയ്ക്ക് ക്ലീൻ ആയിട്ടുള്ള വെള്ളം അത്. ജെലാറ്റോ ഐസ്ക്രീം പോലെയാ, ഭയങ്കര ഫേമസ് ആ ഇറ്റലിയിൽ. ഒരു ഐസ്ക്രീം, ഒരു ഡെസേർട്ട് പോലെയാണ്, ഫ്രോസൺ ഡെസേർട്ട് എന്ന് പറയും ജെലാറ്റോ. ഇവിടെ ഭയങ്കര ഫേമസ് ആ ഇറ്റലിയിൽ. ഈ സ്ക്വയർ ഉണ്ടല്ലോ, പിയാസ ഡെല റിപ്പബ്ലിക്ക എന്ന് പറയും. ശരിക്കും കാണുന്നുണ്ട്, അവിടെ ഒരു ഫൗണ്ടൻ ഒക്കെ ഉണ്ട്. റോമ ടെർമിനിയുടെ ലെഫ്റ്റ് സൈഡിൽ, ഇവിടുന്ന് ഹാർഡ്ലി ഒരു 300 meters. ഇതൊരു ഫേമസ് സ്ക്വയറാ. ഈ പിയാസ ഡെല റിപ്പബ്ലിക്കയിലായിരുന്നു ഒരു 20th century ഇവരുടെ ആർട്സിയൻസും ആൾക്കാരൊക്കെ കൂടുക. അപ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് സിഗ്നിഫിക്കൻസ് ഉള്ള ഏരിയ. പഴയ ബിൽഡിങ്സും മീൻസ് കുറെ വലിയ ക്രൗഡഡ് അല്ല. ഹാർഡ്ലി ഒരു 300-400 meters ഫ്രോം റോമ ടെർമിനി സ്റ്റേഷൻ. നടന്ന് ബാക്ക് ടു റോമ ടെർമിനി. ഇവിടുന്ന് മെട്രോ, ട്രെയിൻസ്, ബസ്സസ് എല്ലാം ഒരു മിഡ് പോയിന്റ്. ട്രെയിനിൽ നിന്ന് ഇറങ്ങി ലിയോനാർഡോ എക്സ്പ്രസ് എന്ന് പറഞ്ഞ ട്രെയിനാണ്. ഇത് നേരെ വരുന്നത് എയർപോർട്ടിലോട്ടാണ്. അപ്പോൾ ഇവിടുന്ന് പുറത്തിറങ്ങി നേരെ നമ്മുടെ ടെർമിനലിലോട്ട് പോകണം. ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്തു, അതുകൊണ്ട് ജസ്റ്റ് പോയി ബാഗേജ് ഡ്രോപ്പ് ചെയ്താൽ മതി. ലാസ്റ്റ് സ്റ്റേഷനാണ് എയർപോർട്ട്. 30 minutes റോമ ടെർമിനിയിൽ നിന്ന് ഡയറക്റ്റ് ട്രെയിൻ. ഇനും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഒരു രക്ഷയില്ലാത്ത തിരക്കായിരുന്നു കേട്ടോ. വിസെയർ എന്ന് പറഞ്ഞ എയർലൈനാ പോകുന്നത്. അപ്പോൾ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞു. ഇത് കണ്ടോ, ഫെറാറിയുടെ ഒരു ബ്രാൻഡിന്റെ ഷോറൂം ഉണ്ട് ഇവിടെ. ഫുൾ നല്ല പ്രീമിയം ബ്രാൻഡ്സ് ഉണ്ട് കേട്ടോ. ഇറ്റലിയുടെ ഇന്റർനാഷണൽ എയർപോർട്ട് ആയതുകൊണ്ട് ലൂയി വിറ്റോൺ ഉണ്ട് അവിടെ. അത് കാണാമോ, ലൂയി വിറ്റോൺ, ഒമേഗ, അപ്പുറത്ത് റോളക്സ്. ഗേറ്റിലോട്ട് പോവാ, അവിടെ പോയി എന്തെങ്കിലുമൊക്കെ ലൈറ്റായിട്ട് കഴിച്ച് 7:15 ഫ്ലൈറ്റ്. ഗൂച്ചിയുടെ ഷോറൂം കണ്ടോ, പ്രാഡ, എല്ലാം പ്രീമിയം ബ്രാൻഡ്സ്. ലൂയി വിറ്റോൺ. ഞാൻ പറയാൻ വന്നത്, വിസെയർ എന്ന് പറഞ്ഞ എയർലൈൻ എങ്ങനെ ഇവർ ഇത്രയും കോസ്റ്റ്സ് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരാൾക്ക് ഒരു ആവറേജ് ഇവിടുന്ന് റിട്ടേൺ ബാക്ക് ടു അബുദാബി ഒരു 10,000 to 12,000 rupees ഏകദേശം. ഒന്ന് ആലോചിച്ചേ, അതെനിക്ക് എത്ര ആലോചിച്ചിട്ടും എങ്ങനെ ആ സംഭവം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ഒരു രക്ഷയില്ല. അതുകൊണ്ട് വിസെയർ ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഫ്രണ്ട്ലി അല്ലേ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം, ഒരുപാട് സ്ഥലത്തോട്ട് പോകാം. ഒരുപാട് ഡെസ്റ്റിനേഷൻസ് ഇല്ല കേട്ടോ, സെലക്റ്റഡ് ആയിട്ട് കുറച്ച് സ്ഥലം. അതിൻ്റെ എല്ലാം അബുദാബി എന്നാണ് ഉള്ളത്. ഫ്ലൈറ്റ്സ് ഔട്ട് ബൗണ്ടും റിട്ടേൺ ആണെങ്കിലും. ഇതാ കിടക്കുന്നു നമ്മുടെ വിസെയർ ഫ്ലൈറ്റ് ടു അബുദാബി. എല്ലാ തിരക്കും കഴിഞ്ഞു. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കുറച്ച് ബ്രാൻഡ്സും കാര്യങ്ങളും കണ്ടു. ഇനിയിപ്പം പോയിട്ട് ബോർഡിങ് ചെയ്യണം. ഒരു 6 മണിക്കൂറാന്ന് തോന്നുന്നു അബുദാബിക്ക്. രക്ഷയില്ലാത്ത ക്യൂവാ. നമ്മുടെ ഗേറ്റ് ആണ് അവിടെ. പിന്നെ സമയമുണ്ട്, ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം.
അങ്ങനെ ടാറ്റ പോവാണ്. നമ്മുടെ ഫ്ലൈറ്റ് എത്തി. നല്ല കാറ്റുണ്ട്. ബോർഡിങ് തുടങ്ങി. ഒരു 10-15 മിനിറ്റ് താമസിച്ചേ ഉള്ളൂ എടുക്കാൻ തോന്നുന്നു. മെസ്സീനോ എയർപോർട്ടിന് ഇറ്റലിക്ക് ടാറ്റ. അങ്ങനെ ഇറ്റലി സീരീസിൽ നമ്മൾ ഇറ്റലിയിൽ വന്നതിന് ശേഷം കൊളോസിയം കണ്ടു, നമുക്ക് വാറ്റിക്കൻ സിറ്റി കാണാൻ പറ്റി, ലീനിങ് ടവർ ഓഫ് പിസ പോയി, ഫ്ലോറൻസ് കുറച്ചൊക്കെ ഒന്ന് കണ്ടു, വെനീസ് പോയി എക്സ്പ്ലോർ ചെയ്തു. എന്നിട്ട് ലാസ്റ്റ് ഡേ നമ്മൾ ഇന്നത്തെ ഒരു ദിവസം റോമ ടെർമിനിക്ക് അടുത്തുള്ള റോം സിറ്റി എക്സ്പ്ലോർ ചെയ്തു. അടിപൊളിയായിരുന്നു. ഇറ്റ് വാസ് എ റിയലി ഗുഡ് എക്സ്പീരിയൻസ്. ഒരുപാട് ഇനിയും കാണാനുണ്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പം നമ്മൾ ബാക്ക് ടു അബുദാബി ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുന്നു. ഐ ഹോപ്പ് യു എൻജോയ്ഡ് ദ ഇറ്റലി സീരീസ്. അടുത്ത സീരീസ് ഏതാണോ, അടുത്ത വീഡിയോസ് ഏതാണോ നമുക്ക് കാണാം. അപ്പം എല്ലാവർക്കും ടാറ്റ, ബൈ.